എന്തിനേറെ പറഞ്ഞ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോലും ഞാൻ എത്രയോ പ്രാവശ്യം കുർത്ത ഇട്ട് പോകും. എൻ്റെ സർജറിക്ക് മുമ്പുള്ള കാര്യമാണ്. കുർത്ത ഇട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് കൊതിക്കും എനിക്ക് ആ ഫീമെയിൽ ക്യൂവിൽ നിൽക്കാൻ. എന്നിട്ട് ഞാൻ പോയി നിൽക്കും. ചിലപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ ചിലരെന്നെ കൈ കാണിച്ച് ജെൻസിൻ്റെ ക്യൂവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത്. അതൊരിക്കലും ഒരിടത്തും നടക്കില്ല. അതായത് ഈ മേക്കപ്പ് ഇത്രയും ഫെയിമായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെ സർജറിക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ ത്യജിച്ച് വന്നിട്ട് പോലും നമ്മളെ ക്യൂവില് ആണ് പെണ്ണ് എന്നുള്ളൊരു ക്യൂ ഉണ്ട് ഇല്ലേ? ആ ക്യൂവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, എടുത്തു കളയാൻ പറ്റില്ല അല്ലേ? ചരിത്രകാലം മുതലേ കാര്യമാണ്, ആദിയുടെ കാലം തൊട്ടുള്ള. അപ്പൊ ആ ഹിസ്റ്ററി ഒന്നും നമുക്കൊന്നും എടുത്തു കളയാൻ പറ്റില്ല. ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ആരാകണം എന്ന് തീരുമാനിച്ച് ഞാൻ അവിടെ എത്തി എന്നുള്ളതാണ്. ഇനി എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ആ ക്യൂവിൽ നിൽക്കാൻ പറ്റും. എൻ്റെ ഐഡന്റിറ്റി കാർഡുകളും കംപ്ലീറ്റ്ലി ഞാനൊരു വുമണാണ്. അതും ട്രാൻസ് വുമൺ ആയിട്ടല്ല എനിക്ക് ഞാൻ ID കാർഡ് എടുക്കുന്നത്. കംപ്ലീറ്റ് വുമൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിലേക്കായിരുന്നു യാത്ര ചെയ്യുന്നത്. എനിക്കിനി ആളുകൾ ഇനി എന്നെ ഏത് തരത്തിൽ കണ്ടാലും ശരി, അത് അവരുടെ മാത്രം കാഴ്ചപ്പാട്.